യമനിലെ സാദയിൽ കുടിയേറ്റക്കാരെ പാർപ്പിച്ച കേന്ദ്രത്തിന് നേരെ തിങ്കളാഴ്ച യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിൽ 68 പേർ കൊല്ലപ്പെട്ടതായി ഹൂതി വിമതർ അറിയിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർക്ക് നേരെ യുഎസ് സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 115 ആഫ്രിക്കൻ കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ 47 പേർക്ക് പരിക്കേറ്റതായി ഹൂതി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. നിരവധി ആളുകളുടെ പരിക്ക് ഗുരുതരമാണ്. ആക്രമണത്തിൽ യുഎസ് മിലിറ്ററി പ്രതികരിച്ചിട്ടില്ല. യുഎസിന്റേത് ബോധപൂർവമുള്ള നടപടിയാണെന്നും ഇത് യുദ്ധക്കുറ്റമാണെന്നും ഹൂതി വക്താക്കൾ ആരോപിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം മാർച്ച് 15-നാണ് ഹൂതികൾക്കെതിരെ യുഎസ് സൈന്യം ആക്രമണ പരമ്പര തുടങ്ങിയത്. ഇതുവരെ 800-ലേറെ ലക്ഷ്യങ്ങൾ തകർത്തെന്നും നൂറുകണക്കിന് ഹൂതി വിമതരെ വധിച്ചുവെന്നും യുഎസ് വ്യക്തമാക്കിയിരുന്നു. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സൗദി അറേബ്യയിലും ഗൾഫിലും തൊഴിലന്വേഷിച്ചു പോകാൻ ഉപയോഗിക്കുന്നത് യമൻ വഴിയുള്ള കുടിയേറ്റ പാതയാണ്. കലാപങ്ങളും ദാരിദ്ര്യവും മൂലമാണ് പലരും അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകുന്നത് എന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ഡിറ്റൻഷൻ സെന്ററുകൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണമുണ്ടായത്. അന്താരാഷ്ട്ര ചരക്കു നീക്കം നടക്കുന്ന കപ്പൽ പാതകളിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് മാർച്ച് മാസം മധ്യത്തോടെ യുഎസ് ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഈ നടപടികൾ ആഗോള വ്യാപാരത്തെ, പ്രത്യേകിച്ച് സുയസ് കനാൽ വഴിയുള്ള കപ്പൽ നീക്കത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതോടെ കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തേക്ക് വഴിതിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. റഫ് റൈഡർ എന്നാണ് യുഎസ് സൈന്യം ഹൂതികൾക്കെതിരായ ആക്രമണത്തിന് പേര് നൽകിയിരിക്കുന്നത്. യുഎസ് നടത്തിയ 800ഓളം ആക്രമണങ്ങളിൽ 250 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചെങ്കടലിലെ ഹൂതികളുടെ സാന്നിധ്യം തന്നെയാണ് ആക്രമണത്തിന് പ്രധാന കാരണമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് ആക്രമണം യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ഇടനാഴിയായ ചെങ്കടലിൽ ഹൂതികൾ സൈനിക വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങി. ഇസ്രയേലിന്റെയും അതിന്റെ സഖ്യകക്ഷികളായ യുഎസ്, UK എന്നിവരുടെ കപ്പലുകളുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു. പലസ്തീനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ഹൂതികളുടെ ആക്രമണം. ജനുവരിയിൽ ഗാസ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഹൂതികളും ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. അതേസമയം തെക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവുമായി ഹൂതികളും രംഗത്തുണ്ട്. ശനിയാഴ്ച പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തെ തുടർന്ന് ടെൽ അവീവിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. മിസൈൽ ആക്രമണത്തെ തുടർന്ന് അധിനിവേശ പലസ്തീനിലെ ബീർഷെവ, നെഗേവ് മരുഭൂമി, നെവാറ്റിം എയർബേസ് എന്നിവയുൾപ്പെടെ പ്രദേശങ്ങളിൽ സൈറനുകൾ മുഴങ്ങി. ഇതോടെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ടെലവീവിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസ് ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ ഇസ്രയേലിന് നേരെ ഹൂതികൾ ഏപ്രിലിൽ മാത്രം അയച്ച മിസൈലുകളുടെ എണ്ണം 10 ആയിട്ടുണ്ട്. നെഗേവ് മേഖലയിലെ ഇസ്രയേൽ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് വിജയകരമായി മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികളുടെ അൽ മാസിറ TV അറിയിച്ചു. പലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. മിസൈൽ തടയുന്നതിൽ ഇസ്രയേൽ പ്രതിരോധ സേന പരാജയപ്പെട്ടതായും അൽ മാസിറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.